എന്റെ രണ്ടനച്ച കാരണം കണ്ണേട്ടന്റെ അച്ഛൻ മരിച്ചത്. കണ്ണേട്ടന്റെ അരയ്ക്ക് താഴോട്ട് തളർന്നത്. അതേ രണ്ടനച്ചൻ ഇപ്പോഴും കണ്ണേട്ടനെ കൊല്ലാൻ നടക്കുക അമ്മ. നിഴൽ പോലെ കണ്ണേട്ടനെ പിന്തുടരുക അമ്മ. മോൾക്കിത് കുറച്ചുകൂടെ നേരത്തെ അമ്മയോട് പറയായിരുന്നു. കല്യാണത്തിന് മുൻപ് അമ്മയെല്ലാം അറിയിക്കായിരുന്നു. എങ്കിൽ ഞാൻ ഒരിക്കലും ഈ കല്യാണത്തെ എതിർക്കില്ലായിരുന്നു. മോളുവ എത്ര എഴുത്തിട്ടാലും ഒന്നിനും അത് പ്രായശ്ചിത്തമല്ല മോളെ. എനിക്ക് കാണണം മോളുടെ കണ്ണനെ, എന്റെ മരുമോനെ എനിക്കിപ്പൊ തന്നെ കാണണം. കണ്ണേട്ടനിപ്പോ ഒന്നും അറിയില്ല. അപകടത്തിന് സാക്ഷിയായതുകൊണ്ടാ ഞാൻ കണ്ണേട്ടനെ വിവാഹം കഴിച്ചതെന്ന് ഇതുവരെ ഞാൻ എന്റെ കണ്ണേട്ടനോട് പറഞ്ഞിട്ടില്ല. പിന്നെ അതെന്റെ രണ്ടാനച്ഛനാണെന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമ്മ കണ്ണേട്ടന്റെ മുന്നിൽ നിന്ന് സങ്കടപ്പെടരുത്. ഇനി ഒരിക്കലും മോളുടെ ജീവിതം കണ്ണനെ കല്യാണം കഴിച്ചത് കൊണ്ട് ഇല്ലാതായി എന്നൊന്നും ഞാൻ പറയില്ല. മനുഷ്യത്വമില്ലാത്ത കരുണയുടെ അച്ഛൻ ചെയ്ത പ്രവൃത്തിക്ക് ഇങ്ങനെ തന്നെ എന്റെ മോള് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. ഇത് ദൈവത്തിന്റെ തീരുമാനമാണ്. മോള് വാ. കണ്ണനെ കണ്ടിട്ട് എനിക്ക് കരച്ചില് വരുന്നു. കണ്ണേട്ടന് എന്തെങ്കിലും സംശയം തോന്നും. അമ്മ കരയല്ലേ, വാ. പെട്ടെന്നെന്തിനാ അമ്മ മഹി അമ്പലത്തിലേക്ക് വിളിപ്പിച്ചത്? അത് കണ്ണേട്ടന്റെ പേരില് ചില പൂജകൾ ഉണ്ടായിരുന്നു അമ്പലത്തില്. അതിൽ ഞാൻ കൂടെ പങ്കെടുക്കണമെന്ന് അമ്മയ്ക്കൊരാഗ്രഹം. അമ്മയുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ. അങ്ങേരും അങ്ങേരുടെ അമ്മയും കൂടെ അമ്മ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചായിരുന്നു?